നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ തമ്പാനൂർ സതീഷാണ്, BJP സംസ്ഥാന സമിതി അംഗം. സ്വാഗതം സതീഷ് ജി. നമ്മൾ ഇന്ന് പറയുന്ന വിഷയം, അതായത് കഴിഞ്ഞ ദിവസമാണ് കെ കരുണാകരൻ സ്മൃതി ദിനം. കഴിഞ്ഞ ദിവസമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നപ്പോൾ ലീഡറോടൊപ്പം എപ്പോഴും കണ്ടിരുന്ന ഒരു മുഖം. അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്, അദ്ദേഹത്തെ പാർട്ടി, സ്വന്തം പാർട്ടി തന്നെ എങ്ങനെയാണ് സ്മരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ആരാധ്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ സാറ് ജീവിച്ചിരുന്നപ്പം തന്നെ ഏകദേശം 90-93 കാലഘട്ടം വരെ ലീഡർ ഒരു പ്രതാപകാലമായിരുന്നു. ലീഡർ എന്ന് അപകടത്തിൽപ്പെട്ടോ, കഴക്കൂട്ടത്ത് നടന്ന അപകടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും ഒരു തകർച്ചയിലെത്തിയെന്ന് ബോധ്യപ്പെട്ട കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ലീഡറെ കടന്നാക്രമിക്കുകയും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്രമിക്കുകയൊക്കെ ഉണ്ടായത്. സ്വന്തം പാർട്ടിക്കാരാണ്. ആ പ്രസ്ഥാനത്ത് ഞാനും കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ലീഡർ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചു. അദ്ദേഹം മെഡിക്കൽ കോളേജിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്, ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ചികിത്സയ്ക്കായി ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ മാറ്റി, തൊട്ടടുത്തുള്ള. അവിടെയും കുറച്ച് നാൾ ചികിത്സയിലായിരുന്നു. പിന്നെ ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ലീഡറെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അമേരിക്കയെ കൊണ്ടുപോയപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ വളരെ ഫലപ്രദമായി മാറുകയും 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റുവാൻ അന്ന് പാർട്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അത് സന്തോഷിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത കോൺഗ്രസ് നേതാക്കളുണ്ട്. എയർപോർട്ടിൽ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ വീൽ ചെയറിൽ വരുമോ അതോ സ്ട്രെച്ചറിൽ കിടന്നു വരുമോ എന്ന് കാത്തു നിന്ന നേതാക്കളുണ്ട്. ഞാനിപ്പോൾ എയർപോർട്ടിനകത്ത് ഞാനുണ്ട്. കാരണം ഞാൻ അന്ന് ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആയിരുന്നു ലീഡർ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിനകത്ത് ലീഡർ ഇറങ്ങുന്ന ഫ്ലൈറ്റിൻ്റെ ചേർന്ന ഭാഗത്ത് നിൽക്കാനുള്ളൊരവസരം എനിക്കും ലഭിക്കുകയുണ്ടായി. ഞാനന്ന് KSUവിൻ്റെ ഭാരവാഹിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ട് മാറി. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലീഡർ ഫ്ലൈറ്റിൽ കൈവീശി നടന്ന് പടികളിറങ്ങി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് അവിടെ നിന്ന നേതാക്കളിൽ ഒരു 60% ആൾക്കാരും ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ ഒരു 40% ചില നേതാക്കൾ ദുഃഖിതരായി മാറുന്ന കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലീഡർ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാത്ത നേതാക്കൾ ഈ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. അത്രത്തോളം ഗുരുതരമായിരുന്നു അപകടം ഭയങ്കര ഗുരുതരമായിരുന്നു. അതിൽ സന്തോഷിച്ചിരുന്നവരായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ്. തീർച്ചയായിട്ടും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പടി സ്വന്തമായി ആരും പിടിക്കാതെ ഇറങ്ങി വരികയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വളരെ വൻപിച്ച സ്വീകരണം, അതിൻ്റെ കൂടെയും ഞാനുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ക്ലിപ്പ് ഹൗസിലെ വീട്ടിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞൊരു 1 മണിക്കൂറോളം നമ്മുടെ വീട്ടിലെ വിശ്രമത്തിന് ശേഷം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ലീഡർക്ക് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓണാഘോഷം എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. അവിടെയും എനിക്ക് പോകാൻ അവസരം കിട്ടി. ലീഡർ പോയപ്പം കൂടെ പോയി. അവിടെ ലീഡർ വളരെ ഗംഭീരമായ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ചരിത്രത്തിൽ 8 പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മാളയിൽ നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ കരുണാകരൻ സാർ, ലീഡർ. അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലത്തു നിന്ന് 8 പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ളവർ ചിലപ്പം ഉണ്ടാവാം. അതെ. പക്ഷേ ലീഡറെ സംബന്ധിച്ച് 8 പ്രാവശ്യം അവിടെ എന്നും മഹാഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമല്ല മാള. ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ പരസ്പരം പോരാടുന്ന ഒരു മണ്ഡലമാണ് മാള. ഈസി വാക്ക് ഓവർ അല്ല, എന്നിട്ടും ലീഡർ അവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ മാളയിൽ നിന്നാണ് 8 പ്രാവശ്യം ലീഡർ ജയിച്ചു വരികയുണ്ടായത്. കേരളത്തിൽ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. കേരളത്തിൽ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയാന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായ CH മുഹമ്മദ് കോയ സാഹിബിന് പോലും, അദ്ദേഹത്തിന് പോലും സ്മാരകമുണ്ട്. പക്ഷെ 4 പ്രാവശ്യം ജയിച്ച കെ കരുണാകരൻ സാറിന് എന്തുകൊണ്ട് സ്മാരകം നിർമ്മിച്ചില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പലരെയും ജനങ്ങളുടെയും പാർട്ടിയുടെ ചില താല്പര്യ കക്ഷികൾ, അതായത് ലീഡർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാളയത്തുള്ള ഒരു സ്ഥലം, 42 സെൻറ്റോളം വരുന്ന സ്ഥലം ലീഡർ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി കണ്ടീഷനൊക്കെ വെച്ച് കൊടുത്തതാണ്. പക്ഷെ അതിനകത്തൊരു ചതി നടന്നു. ആ കൂട്ടത്തിലുള്ള ഒരു നേതാവ് തന്നെ അതിനകത്തുനിന്ന് ലീഡർക്ക് കൊടുക്കുന്ന 42 സ്ഥലത്തിൽ നിന്നും 15 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വേറൊരു ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസ് നേതാവാണ്. ലീഡർ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു കൊടുക്കുന്ന സ്ഥലത്തിൽ നിന്നും 15 സെൻറ്റോളം സ്ഥലം ഞങ്ങൾക്ക് മറ്റൊരു സ്മാരകം നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട് തർക്കമുണ്ടാക്കിയുണ്ടായി. ആ തർക്കം കുറച്ച് ദിവസം നീണ്ടുപോയി. വീണ്ടും സ്മാരകത്തിൻ്റെ കൈമാറ്റം നടക്കാതെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആവശ്യപ്പെട്ട ഒരു സമുദായ ധ്രുവീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സ്ഥലവും കൂടെ മാറ്റി വെച്ചിട്ടാണ് ലീഡർക്ക് ബാക്കി സ്ഥലം സ്മാരകം കിട്ടുന്നതിന് വേണ്ടി ലീഡറുടെ പേരുള്ള സ്മാരകം കിട്ടാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും 4 പ്രാവശ്യം ജനിച്ച ജനകീയനായ ഒരു നേതാവിനെ മരിച്ചിട്ട് പോലും ആക്രമിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും പൊറുക്കാത്ത രീതിയിൽ ആ സ്മാരകം കിട്ടുന്നതിൻ്റെ ഇടയിൽ തർക്കമുണ്ടാക്കുകയും മറ്റൊരു സ്മാരകം കിട്ടുന്നതിന് 15 സെൻറ്റ് സ്ഥലം ആ സ്ഥലത്തു നിന്ന് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾ അതിനകത്തുണ്ട്. അത് ജനം അറിയണ്ടേ? ഇത്രയും കാലമായിട്ട് അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇനി ഇതിനകത്തുള്ള പ്രശ്നങ്ങളോ വരുമ്പം ആ സ്മാരകം എന്തായിരുന്നു എന്നും ആരാണ് തർക്കിച്ചതെന്നതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ വളരെയധികം ഞാനും ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് വളരെ ആഗ്രഹിച്ചു. 1 വർഷം കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ കൊണ്ടൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ട ഒരു നേതാക്കളെ കാര്യമില്ല. ലീഡറുടെ പേര് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സാധാരണക്കാരായ പ്രവർത്തകരും കയ്യിൽ നിന്ന് കാശിടും. കേരളത്തിലെ പൊതുസമൂഹം കാശിടും. ഒരു 7 നില കെട്ടിടം സ്മാരക മന്ദിരം നിർമ്മിക്കാനൊന്നും വളരെ താമസമൊന്നും വേണ്ട. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ട്, അതായത് ലീഡർ മരിക്കുന്നത് 2010-ലാണ്. ഇപ്പം ഏകദേശം 2025-ആയി. ഡിസംബർ 23-നാണ്, അതായത് ഇന്നലെ ആണ് അദ്ദേഹം മരിച്ച ദിവസം. 15 വർഷം തികയുന്നത്. ഈ 15 വർഷമായിട്ടും സ്മാരകം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഒരു സ്കൂള് ലീഡറുടെ പേരിൽ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടന്നു, പിരിവുകളൊക്കെ നടന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നടന്നിട്ടില്ല. അതിനുശേഷം ഈ സ്മാരക നിർമ്മാണത്തിന് വേണ്ടിയും കേരളം ഒട്ടാകെ പിരിവ് നടന്നു. പക്ഷെ പിരിവ് നടന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, വിശദമായ കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അറിയില്ല. ഫണ്ട് അത്രയുണ്ടെന്നോ, ഫണ്ട് ചിലവാക്കിയില്ലെന്നോ ഒരു ധാരണയും KPCC നേതാക്കൾക്കോ ഇല്ല. പുറത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം ലീഡർ ഒരു സ്മാരകം, ഒരു കെട്ടിടം വരുന്നതിനോട് ഇന്നും കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പ് കാലത്ത് ലീഡറുടെ പേരുകൾ ഉപയോഗിച്ച് ജയിക്കാൻ ശ്രമിക്കുമ്പം
അത്തരം ആളുകൾ ലീഡറുടെ സ്മാരകം വരുന്നതിന് എതിർക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്ത്യമാണ് ഈ 15 വർഷക്കാലമായിട്ട് ലീഡറുടെ സ്മാരകം പാളയത്തുള്ള സർക്കാർ കൊടുത്ത ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കാതെ പോയത് നിർഭാഗ്യകരമാണ്. പക്ഷേ ആർക്കായിരുന്നു ഇതിൻ്റെ ചാർജ് പാർട്ടി തലത്തിൽ? അതാത് കാലത്തുള്ള KPC പ്രസിഡന്റ്മാർക്ക്, പേര് ഞാൻ പറയുന്നില്ല. അവരാണ് ഇത് നിർമ്മിക്കപ്പെടേണ്ട അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് അതാത് കാലത്തുള്ള KPCC പ്രസിഡന്റ്മാരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. പേരൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. പറയേണ്ട കാര്യം വരുമ്പോൾ ചില കാര്യത്തിൽ അപ്പോഴും പറയാം. ഞാൻ എന്തായാലും ഞാനൊരു ലീഡർ ഭക്തനായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പോലും ലീഡർ എന്നൊരു വലിയ മനുഷ്യനെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ വന്നു കഴിഞ്ഞു, ദേശീയ സമിതി അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ലീഡർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സുകാർ അവഗണന ദുഃഖിതനായി അദ്ദേഹം BJP ചേരുമായിരുന്നു. കാരണം അദ്ദേഹം 2015 കോൺഗ്രസ്സുകാരുടെ ക്രൂരമായ അമ്പുകളേറ്റിട്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിടേണ്ട സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം 2005 കോൺഗ്രസ്സുകാരുടെ ക്രൂരമായ അമ്പുകളേറ്റ്, നേതാക്കന്മാരെ അമ്പുകളേറ്റ്, പ്രവർത്തകരല്ല കേട്ടോ, പ്രവർത്തകർ മുഴുവൻ ലീഡറുടെ കൂടെ, ഇന്നും ജനങ്ങളെല്ലാം ലീഡറുടെ കൂടെയാണ്. ആ കാലത്താണ് അദ്ദേഹം കോൺഗ്രസ് വിടേണ്ടി വന്നത് 2005. 2007 വരെ DSC എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും അതിൽ നമ്മളുൾപ്പെടെ പോവുകയൊക്കെയുണ്ടായി. പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് മുങ്ങിയവരും നേതാക്കന്മാരും ഉണ്ട്. അവരൊക്കെ പിന്നെ വലിയ നേതാക്കളായി മാറി. നമ്മൾ ലീഡർ കൂടെ ഉറച്ചു നിന്നു. കാരണം ലീഡർ എന്നുള്ള സ്നേഹം, ലീഡർ എന്ന ഒരു വലിയ കഥാപാത്രത്തിനോടുള്ള സ്നേഹം വിദഗ്ധമാണ് എന്നെ പോലുള്ള കുറേ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്നത്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം NCP രൂപീകരണ സമയത്ത് പോയെങ്കിലും അദ്ദേഹത്തിന് അതിനോടത്ര ലീഡർക്ക് താല്പര്യമില്ല. ലീഡർ അങ്ങനെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വേണമുണ്ടായത്. കാരണം ഒരു കോൺഗ്രസ്സുകാരനെ മരിക്കണമെന്ന് അദ്ദേഹത്തിന് ലീഡർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ തിരിച്ചു പോയത്. അങ്ങനെ 3 വർഷക്കാലം കോൺഗ്രസ് പ്രവർത്തനമായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. 2010 അദ്ദേഹം നമ്മെ വിട്ടു പോവുകയാണുണ്ടായത്. ഡിസംബർ 23-ാം തീയതി. പക്ഷേ ഈ 15 വർഷത്തിനകത്ത് ഇത് ഇപ്പോൾ ലീഡർ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ കുത്തകയല്ല. പത്മജ വേണുഗോപാൽ എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ BJP നിൽക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മകൻ കോൺഗ്രസ്സിലുണ്ട്, K മുരളീധരൻ. അത് നമ്മൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, നമ്മൾ അദ്ദേഹത്തിന് തെറ്റായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് ലീഡർ ഉണ്ടായിരുന്നുവെങ്കിൽ BJP അദ്ദേഹവും ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ഹൃദയവേദന കോൺഗ്രസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും പിറകിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വളരെയധികം മാരകമായ കുത്തേറ്റുകളുണ്ടായി. പക്ഷേ ഈ സ്മാരക നിർമ്മാണം പൂർത്തിയാക്കാൻ ആരാണ് ഇപ്പോഴും തടസ്സം നിൽക്കുന്നത്? കാരണം K മുരളീധരൻ കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു നേതാവായി തന്നെ ഇപ്പോഴും തുടരുകയാണല്ലോ. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചു, MLA ആയിരുന്നു, KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പോലും പരിഗണിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ അത്രയും ശക്തനായ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്മാരകം വൈകുന്നത്? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ബഹുമാനായ K മുരളീധരനോട് തന്നെ നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കണം. കാരണം അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിയിൽ ശബ്ദിക്കാനുള്ള ഒരു ശക്തി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണത്തില്ല. അദ്ദേഹത്തിന് ഇപ്പം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഫുൾ ചാർജ് കൊടുത്തത് വലിയ അതിശയോക്തിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവർ അദ്ദേഹത്തിന് മുഴുവൻ ശത്രുക്കളില്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച ചില കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹത്തിന് നഗരസഭാ ചുമതല ഏൽപ്പിച്ചെന്നാണ് വിശ്വസിച്ചത്. കാരണം കിട്ടാത്ത വഴി മുഴുവൻ ശത്രുക്കളായല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാതെ ഇപ്പം ഗുരുവായൂരൊക്കെ കിടന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തില്ല. കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അപകടമെന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം 9 നിന്ന് 19 ആക്കി. ഈ 19 ഞാൻ പറയട്ടെ, 1 മുതൽ 100 വരെ എണ്ണുമ്പം 5 വരെ എണ്ണിക്കൊണ്ടിരുന്നത് 10 ആയതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. 100 വരെ എണ്ണിയാലല്ലേ അത്ഭുതമാവുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനോടൊന്നും യോജിക്കുന്നില്ല. BJPയെ സംബന്ധിച്ച് 35 50 ആക്കി.
അതൊരു വലിയ നേട്ടമാണ്. 35-ൽ നിന്ന് 50 ആക്കുമ്പോൾ ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഏത് കുട്ടിക്കും അറിയാമല്ലോ. അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ദൃഢനിശ്ചയവും അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനവും അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനവും അതിൽ കൂട്ടായ്മയോടുകൂടി നിന്ന സീനിയർ നേതാക്കന്മാരായിട്ടുള്ള വി മുരളീധരനായിരുന്നാലും കെ സുരേന്ദ്രനായിരുന്നാലും കുമ്മനം രാജശേഖർ ആയിരുന്നാലും അദ്ദേഹമായിരുന്നാലും അതുപോലെ കൃഷ്ണദാസ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, അവരൊക്കെ വളരെ ശക്തമായി കൂടെ ഉണ്ടായിരുന്നു. അത് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം BJPക്ക് അത് നടന്നിട്ടുണ്ട്. പിന്നെ താഴെത്തട്ടിലൊക്കെ ഇതിനകത്ത് ചില അപജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് സംസ്ഥാന പ്രസിഡന്റ് കുറ്റമൊന്നുമല്ല, പ്രാദേശിക വിഷയങ്ങൾ, അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ നടപടികളൊക്കെ സംസ്ഥാന നേതൃത്വം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. അതെ, അതൊക്കെ സംസ്ഥാന പ്രസിഡന്റ് നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളല്ല. താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലെങ്കിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് കർശനമായ നടപടി സംസ്ഥാന പ്രസിഡന്റും കോർ കമ്മിറ്റിയും ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പത്രവാർത്തകളും അങ്ങനെയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സ്ഥലം, ഈ ഗവൺമെൻറ് കൊടുത്ത സ്ഥലം 42 സെൻറ്റിൽ 10-15 സെൻറ്റ് മോഷണം പോയി എന്ന് വേണമെങ്കിൽ പറയാം. തട്ടിക്കൊണ്ടുപോയാണ് ചെയ്തത്. ഈ 15 സെൻറ്റ് തട്ടിയെടുത്തതിന് പിന്നിൽ മതവർഗീയ ശക്തികളാണോ? ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നിട്ട് പറയാൻ പാടില്ല. അത് പിൽക്കാലങ്ങളിൽ ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കരുണാകരന് അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു? ആ രീതിയിലൊരു എതിർപ്പ് ലീഡർക്കില്ലായിരുന്നു. ലീഡർ എന്നും മതപരമായിട്ടൊന്നും ലീഡർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ലീഡർ എപ്പോഴും മതേതരത്വം ചിന്തിച്ച് പോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പല മതക്കാരുമുണ്ട്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ചില ആളുകൾ ഇന്നിപ്പോൾ മേയർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നില്ലേ, മതവും ജാതിയും വർഗവും തിരിച്ച് കോൺഗ്രസ്സുകാരെ മേയർമാരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ലീഡർ സ്ഥലത്തിൻ്റെ കാര്യത്തിലും മതപരമായ ചിന്തകൾ ചില നേതാക്കന്മാർക്കുണ്ടായി. അതാണ് ലീഡർ സ്മാരകത്തിന് അതിൻ്റെ ഒരു 15 സെൻറ്റോളം നഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം. ഇപ്പോൾ അത് ജനങ്ങൾ അറിയട്ടെ, ആരാണ് ചെയ്തതെന്നൊക്കെ ജനം അറിയണമല്ലോ. അത് ഈ ചർച്ച വരുമ്പം പിൽക്കാലങ്ങളിൽ അറിയും, അല്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. എന്തായാലും കെ മുരളീധരൻ പല ഘട്ടങ്ങളിലായിട്ട് ഈ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുണാകരൻ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കണം എന്നൊക്കെ. പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. അതിൻ്റെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDFന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടി നേതാവ്, ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവിൻ്റെ സ്മാരകം പണിയാൻ കെൽപ്പില്ലാത്ത പാർട്ടിയാണോ ഈ അധികാരത്തിലേക്ക് കയറുന്നത് എന്നൊരു ചോദ്യം വരില്ലേ? പ്രവർത്തകരുടെ പ്രസിദ്ധമായ ചോദ്യമാണെങ്കിലും അതിനകത്ത് വളരെ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത്. അത് കണ്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ പനിക്കണ്ട. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനങ്ങളൊക്കെ അതിനകത്ത് വളരെ അവിഭാജ്യ ഘടകമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ശക്തനായ പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സാധ്യമാകാൻ പോകുന്നില്ല. പല സംസ്ഥാനങ്ങളുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആകെപ്പാടെ 3-4 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ആ 3-4 സംസ്ഥാനങ്ങളും ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മതേതര സംസ്ഥാനമാകേണ്ട പല സംസ്ഥാനങ്ങളും മതേതരത്തിൽ നിന്ന് മാറി സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. അത് കേരളത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ സമ്മതിക്കത്തില്ല. ഇവിടെ വീണ്ടും മത്സരം നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും BJPയുമായും CPMമായും കോൺഗ്രസുമായുള്ള മത്സരമല്ലാതെ ഏകവിഷയമായ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള മത്സരമായിട്ട് കേരളത്തിൽ ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. ഞങ്ങൾ BJP ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ ബഹുമാനീയനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ശക്തിയായി മുന്നോട്ട് പോകും. നമ്മൾ ഒരു നിർണായക ശക്തിയായി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. ഒട്ടനവധി സീറ്റുകൾ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മൾ തീരുമാനിക്കുന്ന തരത്തിലേക്കുള്ള സീറ്റുകൾ BJPക്ക് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും 50 സീറ്റ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ സീറ്റാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ 45 വർഷത്തിന് പുറത്തായിട്ട് ഇടതുപക്ഷവും ഒരു പ്രാവശ്യം UDFൻ്റെ സഹായത്തോടുകൂടി CMB നേതാവൊക്കെ ഭരിച്ച ഒരു തിരുവനന്തപുരത്ത്
ഒരു അട്ടിമറിയിലൂടെ അന്ന് രാജീവ് ചന്ദ്രശേഖർ സാർ അദ്ദേഹം എന്തു പറഞ്ഞു, തിരുവനന്തപുരം പിടിക്കുമെന്ന് പറഞ്ഞാൽ മാറാത്തത് മാറുമെന്ന് മാറി. അത് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിലും മാറാത്തത് മാറും. ഇന്നത്തെ നമ്മളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആയിരിക്കില്ല. നമ്മളും ഏകദേശം തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ പല ജില്ലകളിലും നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കും, നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നുള്ള ശുഭവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സമയത്ത് BJP നേതാക്കൾ പ്രതികരിച്ചത് അത് താൽക്കാലികമാണ് എന്നാണ്. അത് ഇടതുപക്ഷം വീക്കാവുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടാവുന്നതാണ്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയത് ശബരിമല വിവാദങ്ങളാണ് എന്ന് ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ശബരിമല വിവാദം BJP സമൂഹത്തിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിൻ്റെ നേട്ടം കൊണ്ടുപോയിട്ടുള്ളത് കോൺഗ്രസ് ആണ്, UDF ആണ്. ഇത്തവണയും അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാൻ സാധ്യതയില്ലേ? അത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന LDFും അവർ ശബരിമലയിൽ കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള ചെയ്തികൾ, അത് ശബരിമലയിലായിട്ട് ബന്ധപ്പെട്ട ഭക്തജനങ്ങളെ, കേരളത്തിലെ ഭക്തജനങ്ങളെ വളരെയധികം വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രതിത്വം ഏറ്റെടുക്കാൻ UDFന് എന്താണ് അധികാരം? UDF മതേതര പാർട്ടിയായിട്ട് മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ മേയർ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മതേതരത്വം വിട്ട് മതപരമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുപോകുന്ന അവിടെ കോൺഗ്രസ്സിന് എങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ അവരാണ് ഇതൊക്കെ ശരിയായ വഴി എന്ന് പറയുന്നത് തെറ്റാണ്. അന്ന് കഷ്ടപ്പെട്ടതും മർദ്ദനമേറ്റതും ക്രൂരമായ മർദ്ദനമേറ്റ ആശുപത്രി കിടന്നതും ഇപ്പോഴും ചികിത്സയിൽ കിടക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുമാണ്. അവരെയൊക്കെ ത്യാഗങ്ങളാണ് ഇന്ന് അതിനകത്ത് BJPയുടെ ശക്തമായ മുന്നേറ്റത്തിനും അതുപോലെ തന്നെ BJPയുടെ ഒരു ശക്തമായ പോരാട്ടത്തിനും ഫലമായിട്ടാണ് ശബരിമല ഇന്നും സുപ്രീം കോടതി വരെ കേസ് പോവുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സംഘപരിവാർ സംഘടനകളും ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അതിനകത്തൊരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഇപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ശബരിമല വിഷയം മാത്രമല്ല, ശബരിമല വിഷയത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരു പാളി അല്ലെങ്കിൽ ദ്വാരപാലകർ സ്വർണത്തിൽ 40 കിലോയോളമുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയിട്ട് ഇതിനകത്ത് 1 കിലോയുടെ ചർച്ചകളാണ് ഇത്രയും ദിവസമായിട്ട് നടന്നത്. ആദ്യം 15 ദിവസം നടന്നത് 1/2 കിലോ വരെ പ്രശ്നങ്ങളാണ്, 1/2 കിലോ സ്വർണം. പിന്നെ മാറി ഇപ്പോൾ 1 കിലോ സ്വർണ്ണമായി. 40 കിലോ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ചിത്രങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റോ അത് ദേവസ്വം ബോർഡോ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയ SIT അല്ലേ, ആ പോലീസ് ടീമുകളോ ഒന്നും ഇതിനൊക്കെ ഹൈക്കോടതി നിർമ്മിച്ച ഒരു ടീമാണ്. അതൊന്നും വ്യക്തതയോടുകൂടി ഇതിനകത്ത് വന്നിട്ടില്ല. കുറേ പ്രതികളെ പിടിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിടിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറായിരുന്ന വ്യക്തികളെ പിടിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്. ഇപ്പോൾ ആ അന്വേഷണത്തിന് രമേശ് ചെന്നിത്തലയാണ് വ്യക്തമായ ഒരു ലീഡ് കൊടുത്തത് എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ വരുന്നത്. അതിനൊന്നും അർത്ഥമില്ല. ഇത് അതിനകത്തൊക്കെ സാങ്കല്പികമായ കുറേ കഥകൾ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയില്ല. പക്ഷേ കുറേ വിഷ്വൽ ചിത്രങ്ങൾ ഞങ്ങളും കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വിഷ്വൽ ചിത്രങ്ങൾ കാണുന്നതിൽ ഇപ്പോൾ സോണിയാഗാന്ധി വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്ന് ബ്രേസ്ലൈറ്റ് സ്വർണം ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന അടൂർ പ്രകാശ് MP നിൽക്കുന്നുണ്ട്, അതുപോലെ ആൻ്റണി MP നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിത്രം കൂടെ നിൽക്കുന്ന ഒരു ഗോവർദ്ധൻ, അവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ സംഘം ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ചെയ്യുമ്പോഴേ ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയ 4 വിഗ്രഹങ്ങൾ കുറിച്ച് ഇപ്പം പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ, പഞ്ചലോക വിഗ്രഹം കടത്തപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം വരുമ്പം ഇതിനകത്ത് പലരും പല കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലർ പലവ്യഞ്ജന കച്ചവടം ചെയ്യും, ചിലർ പുരാവസ്തു കച്ചവടം ചെയ്യും. അത്തരം കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനകത്ത് പോകുമ്പോൾ വീട്ടിനകത്ത് കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ലഭിച്ചുവെങ്കിൽ ഇത് CBI അന്വേഷണം നടക്കുമ്പം മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളാരെന്ന് തിരിച്ചറിയാൻ പറ്റൂ. നമുക്കിപ്പം ഒരു വാർത്ത കണ്ടുകൊണ്ടും പടം കൊണ്ടുകൊണ്ടൊന്നും നമ്മളിപ്പം ആരെയും പ്രതിക്കൂട്ടിലാക്കാൻ എന്നെ പോലൊരു സാധാരണക്കാരന് കഴിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ CBI അന്വേഷണം, കാരണം ഇത് രാജ്യാന്തര കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിപ്പം ഇന്ത്യ കടന്ന് പോണത്
കെനിയയിലാണോ, അത് ഇറ്റലിയിലാണോ, അത് ഇംഗ്ലണ്ടിലാണോ, അന്ന് നമ്മൾ ഏത് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ലോകരാജ്യങ്ങളിൽ ഏത് സ്ഥലത്താണ് കടന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിയില്ല. പക്ഷെ അത് CBI അന്വേഷണം നടക്കുമ്പോഴേക്കും ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി തൊണ്ടി മുതലൊക്കെ പിടിച്ചു കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ പിടിച്ചു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും UDF-നും നിരാശരാകേണ്ടി വരും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇതിൻ്റെ സത്യം ഭഗവാൻ അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അന്നും ഇന്നും എന്നെടുത്തിട്ടുള്ള നിലപാട്, ശബരിമലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള നിലപാട് ശരിയാണെന്ന് ജനങ്ങൾക്കപ്പം ബോധ്യം വരും. ഒട്ടനവധി സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ശരീരമനങ്ങാതെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഇറക്കിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു, ശരണം വിളിക്കുന്നു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ചില കൗൺസിലർമാർ, കോൺഗ്രസ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് കൂട്ടുകൂടുകയുമാണ്. ഇതാണല്ലോ അവരെ നയം. പാർലമെൻറ്റിനകത്ത് വഖഫ് ബോർഡിനെ കൈവക്കിയവർ തന്നെയാണ് ശബരിമലയ്ക്ക് സിന്ദാബ വിളിക്കുന്നത്. അത് ഇവരെ വിചിത്രമായ തീരുമാനങ്ങളാണ്. കാരണം ആളുകളെ കബളിപ്പിക്കുക. ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനിലായിരുന്നാലും ശരി, ഈ ബംഗ്ലാദേശിലായിരുന്നാലും ശരി, ഇന്ത്യക്കകത്തായിരുന്നാലും ശരി, അവിടെയൊക്കെ അവരുടെ ലക്ഷ്യം എന്നുള്ളത് ജനാധിപത്യവും മതേതരത്വവും ഒന്നുമല്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഒരു മതരാഷ്ട്രം ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2047 ആക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ആണ് ഈ CPM ആയിരുന്നാലും LDF ആയിരുന്നാലും UDF ആയിരുന്നാലും കാലാകാലങ്ങളായി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടു നടക്കുന്നത്. ഇപ്പം പല സ്ഥലങ്ങളിലും STPയുമായി സഖ്യം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനയാണ് PFIയും STPയും. ആ സംഘടനയെ നിരോധിച്ച നിഴലിൽ നിർത്തിയും STPIയെ ഫ്രണ്ടിൽ നിർത്തിയും സഖ്യം വയ്ക്കുന്ന ഒരു ഗതികേടിലേക്കാണ് UDFും അതിൻ്റെ നേതാക്കളും മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ തിരിച്ചറിയും. കാരണം ഇന്ന് അമ്പലങ്ങളിൽ പോലും രാവിലെ 5 മണിക്കുള്ള പാട്ട് വയ്ക്കാൻ പാടില്ല. സുപ്രഭാതം പാട്ടുണ്ടല്ലോ, അതുപോലും വയ്ക്കാൻ പാടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചത് STP മാത്രമല്ല, കോൺഗ്രസ് കൊടിയുണ്ട്, അതുപോലെ STP കൊടിയുണ്ട്, ലീഗിൻ്റെ കൊടിയുണ്ട്. എല്ലാ കൊടിയും വെച്ചാണ് UDF സമരം നടത്തിയത്. അത് വെളുപ്പാങ്കൽ എന്ന 5 മണിക്ക് വന്ന് ക്ഷേത്രം ഇടവണ്ണ എന്ന ക്ഷേത്രത്തിൽ, മലപ്പുറത്തുള്ള ഇടവണ്ണ ക്ഷേത്രത്തിൽ നടത്തിയ സംഭവമാണ്. എന്നിട്ട് അതിനെ ഒരക്ഷരം നേതാക്കൾ പ്രതികരിച്ചുകൊണ്ട് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതിന് പകരം ചെന്ന് അവിടുത്തെ പോറ്റിയെ ഭീഷണിപ്പെടുത്തി, കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ വിഷ്വൽ കണ്ട ജനങ്ങൾ പൊട്ടന്മാരാണോ? ഇങ്ങനെ ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയെന്നും മാറ്റി പറഞ്ഞതുകൊണ്ട് നടന്ന സംഭവങ്ങൾ വിഷ്വൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചില ഭാഗങ്ങൾ ജയിച്ചതുകൊണ്ട് ഈ രാജ്യം കേരളം മുഴുക്ക ഞങ്ങൾ പിടിച്ചെടുത്തു, ഇന്ത്യ മുഴുക്ക പിടിച്ചെടുക്കാമെന്ന വ്യാമോഹം കോൺഗ്രസ്സിന് വേണ്ട. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വരണമെന്നും നരേന്ദ്രമോദിയെ തന്നെ പ്രധാനമന്ത്രിയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വതന്ത്ര ചില തെറ്റുകുറ്റങ്ങളും ചിലയിടത്തും നടന്നിട്ടുള്ള ഈ മതേതരത്വം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ചില സഖ്യങ്ങൾ, രഹസ്യ സഖ്യങ്ങളും പരസ്യ സഖ്യങ്ങളും ഉണ്ടല്ലോ. ഈ രണ്ടും നടത്തിക്കൊണ്ട് എക്കാലത്തും UDFന് കൊണ്ടുപോകാനും കഴിയില്ല, അതുപോലെ LDFന് കൊണ്ടുപോകാനും കഴിയില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയത്തിലെ UDFൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ BJPക്ക് പദ്ധതികളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ പദ്ധതി തുറന്നു കാണിക്കുകയല്ല, സത്യം തുറന്നു കാണിക്കുകയാണ്. പദ്ധതി അല്ലല്ലോ. CBI അന്വേഷണം ഭരണോടുകൂടി തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം റിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ പോവും. അതിനകത്ത് നമ്മൾ പറയുന്നത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ 30 വർഷക്കാലത്തെ എല്ലാ അമ്പലങ്ങളിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തിരുവാഭരണങ്ങൾ, അതിൻ്റെ കണക്കെടുക്കണം, അതിൻ്റെ നിജസ്ഥിതി അറിയണം. ശബരിമലയിലെ 40 കിലോയാണ്, 1 കിലോ അല്ല, 40 കിലോയുടെ വിവരങ്ങൾ അറിയണം. കടത്തപ്പെട്ട പഞ്ചലോക വിഗ്രഹങ്ങളുടെ കഥകൾ അറിയണം. പ്രധാനപ്പെട്ട എത്ര ക്ഷേത്രങ്ങളിൽ നിന്നാണ് പഞ്ചലോക വിഗ്രഹം കടത്തപ്പെട്ടതെന്ന് അറിയണം. അതുപോലെ തിരുവാഭരണം, ഭക്തർ കൊടുത്തിട്ടുള്ള തിരുവാഭരണങ്ങളൊന്നും ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും തന്നെ
കൊടുത്തു എന്ന് പറയുന്ന പേരുകൾ, ആഭരണങ്ങളുടെ ലിസ്റ്റ് പോലും ശബരിമലയിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറും കണ്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ 30 വർഷത്തെ തിരിച്ചറിയുമ്പോൾ LDFും UDFും പ്രതിക്കൂട്ടിലാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CBI അന്വേഷണം വരികയും യഥാർത്ഥ കുറ്റവാളികൾ, കടത്തിക്കൊണ്ടുപോയവരും കടത്തി വാങ്ങിച്ചവരും കൈമാറ്റം ചെയ്തവരും ഉൾപ്പെടുന്ന മുഴുവൻ മോഷ്ടാക്കളെയും പിടികൂടും. അതിൽ പ്രതിക്കൂട്ടിലാവുന്നത് UDFും മുഖ്യമായി UDF ആയിരിക്കും, രണ്ടാമത് LDF ആയിരിക്കും. എന്തായാലും ശബരിമലയുടെ പേരിലുള്ള കപട നിലപാടുകൾ അംഗീകരിക്കില്ല, അവരെ തുറന്നു കാട്ടും എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. വളരെയധികം നന്ദി സതീഷ് ജി. നമസ്തേ.